കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി. ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കാനും 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും പോലീസ് കോടതിക്ക് നിർദ്ദേശം നൽകി. തിരൂർ സതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാറാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നായിരുന്നു ഓഫീസ് സെക്രട്ടറിയായ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പി വി കെ രാജു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എൻ കെ ഉണ്ണികൃഷ്ണൻ മുഖേന ഇരിഞ്ഞാലക്കുട അഡീഷണൽ കോടതിയെ സമീപിച്ചു. കൊടകര കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായാൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി വേണമെന്നാണ് ചട്ടം. അന്വേഷണ സംഘത്തിന് തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താമെന്നും റിപ്പോർട്ട് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കള്ളപ്പണമായ 6 കോടി രൂപ ചാക്കിലാക്കി ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നും കോഴിക്കോട് നിന്നും കൊണ്ടുവന്ന കള്ളപ്പണത്തിൽ 1 കോടി സുരേന്ദ്രൻ അടിച്ചുമാറ്റിയതായും ധർമ്മരാജൻ തന്നോട് പറഞ്ഞതായും തിരൂർ സതീശൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.